Good afternoon all. നമ്മൾ EMIന്റെ സെക്കൻഡ് ക്ലാസ് ആണിത്. നമ്മൾ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. An air core solenoid has 1000 turns and is 1 meter long. Its cross-sectional area is 10 square centimeter. Its self-inductance is. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്ന ഒരു എയർ കോർ സോളിനോയിഡ് ഉണ്ട്. അതിന്റെ ടേൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് 1000 ആണ്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് 10 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. ദെൻ വാട്ട് ഈസ് ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ എയർ കോർ സോളിനോയിഡ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ചെയ്യാം. അപ്പോ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ആദ്യം നോക്കാം. ദെൻ നമുക്ക് എന്താ അറിയാം, സെൽഫ് ഇൻഡക്റ്റൻസ് L എന്ന് പറയുന്നത് μ0 n സ്ക്വയർ A/L ആണെന്ന് അറിയാം. വേർ μ0 എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് എന്താണ്, പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഓക്കെ. ദെൻ L എന്ന് പറയുന്നത് ലെങ്ത് ആണ്, ലെങ്ത് ഓഫ് സോളിനോയിഡ് ആണ്. ദെൻ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്. ദെൻ ലാസ്റ്റ് A എന്ന് പറയുന്നത് ഏരിയ ക്രോസ് സെക്ഷൻ ആണ്, ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇനി ഇതിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ അപ്പോൾ ഇത്രയും സംഭവം നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിംപ്ലി നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് L ഫൈൻഡ് ചെയ്യാം. നമുക്ക് ഇതിൽ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്, A എന്ന് പറയുന്നത് 10 സ്ക്വയർ സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. സോ 10 സെന്റിമീറ്ററിലല്ലേ, അപ്പൊ 10⁻⁻²ന്റെ സ്ക്വയറും കൂടി വരും. സോ നമ്മൾ എങ്ങനെ സെന്റിമീറ്ററിനെ മീറ്ററിന്റെ ടേമിലേക്ക് ആക്കുമ്പോൾ 10⁻⁻² വരും. ദെൻ സ്ക്വയർ സെന്റിമീറ്റർ ആയതുകൊണ്ട് സ്ക്വയറും കൂടി വന്നു. സോ ഇത് എന്ന് പറയുന്നത് 10 × 10⁻⁻4 ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം. N എന്ന് പറയുന്നത് എന്താണ്, 1000 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, L എന്ന് പറയുന്നത് എന്താണ്, 1 മീറ്റർ ലെങ്ത് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ μ0 എന്താണ്, പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയുന്നത് 4π × 10⁻⁻7 ആണ്. ഇത് ഓർത്ത് വെക്കേണ്ടതാണ്, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു വാല്യൂ ആണത്. ഓക്കെ, അപ്പൊ എത്രയാണ്, 4π × 10⁻⁻7. അപ്പൊ ഇത്രയും വാല്യൂസ് നമുക്ക് അറിയാൻ കയ്യിലുണ്ട്. സോ യു ക്യാൻ പുട്ട് ഇറ്റ് ഓൺ ദ ഇക്വേഷൻ. ഓക്കെ, ഇത് നമുക്ക് ചെയ്ത് നോക്കാം. എന്താണ് L = μ0 പറയുമ്പോൾ 4π × 10⁻⁻7. ഓക്കെ, ദെൻ ഇൻറ്റു ദെൻ എന്താ n സ്ക്വയർ പറയുമ്പോൾ 1000 നമുക്ക് എന്ത് എഴുതാം, 1000 എന്ന് പറയുമ്പോൾ 10⁻3. അപ്പോൾ 10⁻3 ഹോൾ സ്ക്വയർ. അപ്പോൾ ഞാൻ പറയാം, A⁻B⁻C എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, A⁻BC ആണല്ലോ. അപ്പൊ നമുക്ക് ഈ 10⁻3 സ്ക്വയറിന് എന്ത് എഴുതാൻ പറ്റും, 10⁻6 എന്ന് എഴുതാലോ. ഓക്കെ, അപ്പൊ അത് കൺഫേം ആയി. ദെൻ n സ്ക്വയർ കൺഫേം ആയി. ദെൻ A എന്താണ്, 10 സ്ക്വയർ സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. സോ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു സ്ക്വയർ സെന്റിമീറ്റർ ആകുമ്പോൾ 10 × 10⁻⁻4 വരും. ദെൻ ലെങ്ത് എത്രയാണ്, 1 മീറ്റർ ആണ്. സോ ദെൻ അപ്പൊ നോക്കിയേ, ക്വസ്റ്റ്യനില് 4π എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ പൈക്ക് എന്താ ചെയ്യും, 22/7 എന്ന് വാല്യൂ കൊടുക്കും, അല്ലെങ്കിൽ 3.14.
അപ്പോൾ നമ്മൾ പൈക്ക് കൊടുക്കേണ്ട വാല്യൂ എന്നുള്ളത് അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും? നമുക്ക് ക്വസ്റ്റ്യനിലെ ആൻസർ ഓപ്ഷൻസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പൈന്റെ വാല്യൂ എടുക്കേണ്ടത്. ഇപ്പൊ ക്വസ്റ്റ്യനിൽ നോക്കിയേ, ക്വസ്റ്റ്യനിൽ 1.2, 12.56 അങ്ങനെ ആ ഒരു ഇതിലാണ് വന്നത്. പോയിന്റ് മാറ്റിയിട്ടുള്ള ആൻസേഴ്സാണ് കണ്ടിട്ടുള്ളത്. നോക്കിയേ, ഫസ്റ്റ് ഓപ്ഷൻ 125, സെക്കൻഡ് 0.125, ദെൻ തേർഡ് 12.56, ഫോർ 1.256. അപ്പൊ നോക്കിയേ, അത് ഒരു വാല്യൂവിന്റെ ഓരോ പോയിന്റുകൾ മാറ്റിയിട്ടുള്ളത് മാത്രമാണ്. അപ്പൊ നമുക്കറിയാം 3 പൈ എന്ന് പറയുമ്പോൾ 3 × 4 ആണല്ലോ 12. അപ്പൊ അതാണ്. അപ്പൊ ഈ നമ്മൾ ഇവിടെ പൈക്ക് കൊടുത്തിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 3.14 ആണ്. അതായത് 4 പൈ എന്ന് പറയുമ്പോൾ എന്ത് വരും? 12.56 എന്ന് വരും. ഓക്കെ. അപ്പോ അതിന്റെ ഓരോ വാല്യൂ പോയിന്റ്സ് മാറ്റിയിട്ടുള്ള ഓരോ ആൻസേഴ്സ് ആണ് നമുക്ക് എന്തെങ്കിലും തന്നിട്ടുള്ളത്, ഓപ്ഷനിലായിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ 4 പൈനെ നമ്മൾ എന്ത് ചെയ്തു? 3.14 × 4, സോറി, അല്ലെങ്കിൽ 4 × 3.14 ഇൻറ്റു, ഇനി നോക്കിയേ 10⁻⁻7 ഉണ്ട് ഇവിടെ, 10⁻⁶ ഉണ്ട്, 10⁻⁻4 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്. അപ്പൊ നോക്കിയേ, അപ്പോ എന്താണ്? ഇവിടെ ഒരു 10⁻⁻7 ഉണ്ട്, ഇവിടെ ഒരു 10⁻⁶ഉം ഇവിടെ ഒരു 10⁻1 ഉണ്ടല്ലോ. 6 + 1 എന്താണ്? 2 കൂടി 7 ആയി. അപ്പോ ഇതിനെ രണ്ടിനും കൂടി ചേർത്തിട്ട് നമുക്ക് എന്ത് എഴുതാം? 10⁻7 എന്ന് എഴുതാം, ആണല്ലോ. ദെൻ 10⁻⁻7ഉം 10⁻7ഉം കൂടി എന്താവും? ക്യാൻസൽ ആയി പോകും. -7 + 7 എന്താണ്? 0. അപ്പോ 10⁻0 1 ആയി പോയി. ഓക്കെ. ദെൻ ബാക്കിയുള്ളത് ആരാണ്? 10⁻⁻4 ആണല്ലോ. അപ്പൊ 3.14 × 4 എന്ന് പറയുന്നത് എന്താണ്? 12.56 ആണ്. ബാക്കിയുള്ളത് 10⁻⁻4. ദെൻ ഇനി ഓപ്ഷനിലേക്ക് നോക്കിയാൽ നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ള ആൻസേഴ്സ് ഏതൊക്കെയാ ഉള്ളത്? ഇന്ററപ്ഷൻ. നോക്കിയേ, നമുക്ക് ക്വസ്റ്റ്യൻ അല്ല ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാ നോക്കിയേ. ഒന്ന് പറയണത് 125.6 മില്ലി ഹെൻറി. ഇപ്പൊ 125.6 എന്ന് പറയുമ്പോൾ 125.6 മില്ലി എന്നാണ്. അപ്പൊ മില്ലി പറയുമ്പോൾ 10⁻⁻3. അപ്പൊ അതെന്തായാലും അല്ല. നോക്കിയേ, 10⁻⁻3 പറയുമ്പോൾ 3 പോയിന്റ് കൂടി ഇങ്ങോട്ടിടണം അല്ലേ? ഓക്കെ. അപ്പൊ അതല്ല നമ്മൾ ആൻസർ. ഓക്കെ, 0.125 വരുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ അതാണോ വരുന്നത്? അല്ല. 12.56 10⁻⁻4 എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ 2, അതായത് 4 പോയിന്റ്സ് അപ്പുറത്തേക്ക് ഇടണം. ഓക്കെ, 1 2 3 4 പോയിന്റ്സ് അപ്പുറത്തേക്ക് ഇടണം. അപ്പൊ ഈ സംഭവമല്ല ഇതെന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ നോക്കിയേ, 0.156 മില്ലി ഉണ്ട്. അപ്പൊ 0.156 പറയുമ്പോൾ എന്തായിരിക്കും? ഇനി 3 പോയിന്റ് അപ്പുറത്തേക്ക് 1 2 3. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഇതും അല്ല എന്ന് മനസ്സിലായി. അപ്പൊ ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. ദെൻ നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് തേർഡ് ഓപ്ഷനിൽ എന്താ പറയുന്നത്? 12.56 മില്ലി ഹെൻറി. ഓക്കെ, അപ്പൊ 12.56 മില്ലി ഹെൻറി പറയുമ്പോ എന്താ ഉണ്ടാവുക?
10⁻³ ആണല്ലോ ഇവിടെയും നമ്മൾ 10⁻³ ആക്കി. അപ്പൊ 3 പോയിന്റ് ഇവിടുന്ന് ഇടണം. അപ്പൊ 0 0 0 എടുത്തിട്ടുണ്ടെങ്കിൽ 1 2 0.125 ആണ്. അപ്പൊ അതും ശരിയല്ല, തെറ്റാണ്. ദെൻ നെക്സ്റ്റ് നോക്കിയേ, 1.256 മില്ലി ഹെൻറി. 1.256. അപ്പൊ 1.256 മില്ലി ഹെൻറി. അത് നോക്കിയേ. അപ്പൊ 3 പോയിന്റ് അപ്പുറം പോകണം. അപ്പൊ 1 2 3. ഇത് നോക്കിയേ. അപ്പൊ നമ്മൾ ആൻസറിലേക്ക് എത്തിയില്ല. ഉണ്ടോ? 0.00125. 0.00125. അപ്പോൾ നമ്മളെ ആൻസർ എന്ന് പറയുന്നത് 4th ഓപ്ഷൻ ആണ്. ഇത് എങ്ങനെ വന്നത് എന്ന് ഞാൻ പറയാം. ഇത് നോക്കിയാ, ഇപ്പൊ നമുക്ക് ലാസ്റ്റ് കിട്ടിയ ആൻസർ എന്തായിരുന്നു? 12.56 10⁻⁻⁴ എന്നാണ്. അപ്പോ ഞാൻ പറഞ്ഞു ആൻസർ നമുക്ക് ഇതാണെന്ന് ഇപ്പൊ കൺഫേം ആയി. അപ്പൊ എങ്ങനെയാണ് അതിലേക്ക് മാറ്റുന്നതെന്നാണ്. അപ്പോ ഇതില് ഇവിടെ ഒരു *10 കൂടിയും ചെയ്ത് നോക്കിയേ. ഈ ഒരു ഇക്വേഷനില് *10 കൊടുക്കുക. ഓക്കെ. അപ്പോൾ *10 കൊടുക്കുമ്പോൾ എന്താവും? ഒബ്വിയസ്ലി ഡിവൈഡഡ് ബൈ 10 കൂടി വേണം. അപ്പോൾ ഈ 10⁻⁴ ഇവിടുത്തെ 10⁻⁴ ആണ്, ഇവിടെ 10⁻⁴ ആണ് ആണല്ലോ. അപ്പൊ അതെന്താവും? 10⁻³ ആവും. ദെൻ 12.56 ഡിവൈഡഡ് ബൈ, ബാക്കി ഇപ്പൊ ഈ 10ന്റെ കാര്യത്തിൽ തീരുമാനമായി, ഈ രണ്ട് 10ന്റെ കാര്യത്തിലും 10ന്റെ പവേഴ്സും തീരുമാനമായി. ഇത് നമുക്ക് ബാക്കിയുള്ളത് എന്താണ്? 12.56 ഡിവൈഡഡ് ബൈ ഈ 10 ആണ്. അപ്പൊ 12.56 ഡിവൈഡഡ് ബൈ ആ 10 വരുമ്പോ എന്തായും? ഒരു പോയിന്റും കൂടി ഇപ്പുറം വരണല്ലോ. സോ 1.256 10⁻³ ദെൻ ഈ 10⁻³ നമ്മൾ എന്താക്കുന്നത്? മില്ലിയിലേക്ക് മാറ്റി. മില്ലി എന്ന് പറഞ്ഞാൽ എന്താ? 10⁻³. അപ്പോൾ ഫൈനൽ ആൻസർ 1.256 മില്ലി ഹെൻറി എന്ന് കിട്ടി. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മളെ ആൻസർ എന്താണ്? 1.256 മില്ലി ഹെൻറി. നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തി തുടങ്ങുമ്പോൾ നമ്മൾ പിന്നെ ചെയ്യേണ്ടത്, അത് ഫുള്ളായിട്ട് ചെയ്ത് തീരുന്നതിന് മുന്നേ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കണം. എന്നിട്ട് ഓപ്ഷനിൽ എങ്ങനെയാണോ തന്നിട്ടുള്ളത് എന്നതിനനുസരിച്ച് വേണം നമ്മൾ ബാക്കി പ്രൊസീഡ് ചെയ്യാൻ. ഓക്കെ. ദെൻ ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്ത് കാണിക്കാം. ഇതാണ് നമുക്ക് ഉള്ളത്. 4π × μ0 × n² × a ഡിവൈഡ് ബൈ l ആണ്. ദെൻ μ0 ആണ് നമ്മൾ 4π × 10⁻⁻⁷ ആക്കി എടുത്തത്. ദെൻ n² പറയുമ്പോൾ 1000². ദെൻ ഏരിയ 10² സെന്റിമീറ്റർ, അതിന് സെന്റിമീറ്റർ² നമ്മൾ മാറ്റി 10⁻⁴ എന്ന് എഴുതി. ദെൻ ലെങ്ത് എന്താണ്? 1. ഓക്കെ. അപ്പൊ ചെയ്യുമ്പോ എന്ത് കിട്ടി? നമ്മൾ 4π എന്താക്കി എഴുതി? 4π 4 × 3.14 എന്ന് മാറ്റി എഴുതി. 4π 3.14 × 4 എന്ന് എഴുതി. അതാണ് ഇവിടെ 12.56 എന്ന് കാണിക്കുന്നത്. ദെൻ 10⁻⁷. ദെൻ n² 10⁻⁶. ദെൻ ഏരിയയിൽ 10. ദെൻ സെന്റിമീറ്റർ സ്ക്വയറിൽ 4. ദെൻ 10⁻⁶ഉം ഇവിടുത്തെ 1 കൂടി +7 ആവും. സോ ഈ 3 ടേം ക്യാൻസൽ ആയി. ബാക്കി 10⁻⁴ ഇത് അവിടെ ബാക്കിയുണ്ട്. ആ 10⁻⁴ നമ്മൾ മില്ലി എന്ന് പറയുമ്പോൾ എന്താവണം? 10⁻³ ആവണം. അപ്പോൾ ഈ 10⁻³ ഇവിടെ 10⁻³ ആവുമ്പോൾ എന്താണ്? ഒരു പോയിന്റ് ഇപ്പുറം വരും. സോ 1.256 × 10⁻³ മീൻസ് 1.256 മില്ലി ഹെൻറി. ഹെൻറി എന്ന് പറയുമ്പോൾ നമ്മളെ ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
If the rotational velocity of a dynamo armature is doubled, then induced EMF will become. ഇപ്പോൾ റൊട്ടേഷണൽ വെലോസിറ്റി ഓഫ് ഡൈനാമോ ആർമേച്ചർ ഡബിൾ ആയി എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF എന്താവും എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഫാരഡേയുടെ സെക്കൻഡ് ലോ ഓഫ് അതിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഈ ഡൈനാമോനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാം. നമുക്കറിയാം ഇലക്ട്രിക് ജനറേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഒരു ഡിവൈസ്. നമുക്കറിയാം നമ്മളെ കൺട്രിയിലെ എന്താക്കുന്നത്, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജനറേറ്റർ യൂസ് ചെയ്തിട്ടാണ്. ആ ജനറേറ്ററിന് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈനാമോ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് നമ്മൾ ഡൈനാമോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ജനറേറ്റർ വർക്ക് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്കറിയാം. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും, കറണ്ടിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തിട്ട് അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, നമുക്കറിയാം ജനറേറ്റർ എന്ന് പറയുന്നത് എന്താണ്, ജനറേറ്ററിലുള്ള ആ ഒരു റൊട്ടേറ്റിംഗ് പാർട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടാണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്തിട്ട് എന്താകുന്നത്, അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നത്. ദെൻ അങ്ങനെയാണ് എന്തുണ്ടാക്കുന്നത്, ഒരു ജനറേറ്റർ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. ദെൻ ഇത് കോമൺ ആയിട്ടുള്ള കാര്യം പറഞ്ഞതാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മളോട് ചോദിക്കുന്നത് അതിന്റെ റൊട്ടേറ്റിംഗ് വെലോസിറ്റി ഡബിൾ ആവുന്നുണ്ടെങ്കിൽ ദെൻ എന്താണ് EMF-ൽ ഉണ്ടാവുന്ന മാറ്റം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മള് ഫാരഡേയുടെ സെക്കൻഡ് ലോ പ്രകാരം എന്താണ്, ഫൈ എന്ന് പറയുന്നത് എന്താണ്, ഫൈന്റെ ഇക്വേഷൻ, ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് NBA കോസ് ഒമേഗ ടി ആണല്ലോ. ദെൻ ഫാരഡേ സെക്കൻഡ് ലോ പ്രകാരം E എന്ന് പറയുന്നത് എന്താ, -N × dφ/dt ആണല്ലോ. ദെൻ -N × ddt ഓഫ് എന്താണ്, NBA കോസ് ഒമേഗ ടി ആണല്ലോ. ദെൻ ddt ഓഫ് NBA കോസ് ഒമേഗ ടി പറയുമ്പോൾ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ്, B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ്, A എന്ന് പറയുന്നത് ഏരിയ, ഒക്കെ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പോൾ -N × സോ N ട്വൈസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. സോ N × BA × d/dt ഓഫ് കോസ് ഒമേഗ ടി ആണല്ലോ. ദെൻ d/dt ഓഫ് കോസ് ഒമേഗ ടി എന്താണ്, d/dt ഓഫ് തീറ്റ സൈൻ തീറ്റ അല്ല, കോസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റ ആണ്. സോ -NBA കോസ് ഒമേഗ ടി പറയുമ്പോൾ കോസ് ഒമേഗ ടിൻ്റെത് മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഒമേഗ ടി എന്ന് പറയുമ്പോൾ ഇൻറ്റു ഒമേഗ. അപ്പോൾ ഈ ഇവിടെ ഉള്ള ഒരു മൈനസ് സൈൻ ഒമേഗ ടിന്റെ മൈനസും ഇവിടെ ഓൾറെഡി ഉള്ള മൈനസും കൂടിയിട്ട് എന്താവും, പ്ലസ് ആവും. അപ്പോൾ ഇവിടെ ഒരു സൈനിന്റെ ആവശ്യമില്ല. ദെൻ നമുക്ക് എന്ത് കിട്ടി, NBA ഒമേഗ സൈൻ ഒമേഗ ടി. ഇതാണ് എന്താ EMF എന്ന് പറയുന്നത്. സോ EMF എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ നമുക്ക് എന്ത് പറയാം, E എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഒമേഗ ആണെന്ന് പറയാമല്ലോ. ഈ ഒമേഗയാണ് എന്ത്, നമ്മളെ റൊട്ടേഷണൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മളെ റൊട്ടേഷണൽ വെലോസിറ്റി E എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു E ആണ്. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത് ചോദിച്ചാൽ E എന്ന് ഒമേഗ എന്ന് പറയുന്നത് ഡബിൾ ചെയ്തു എന്നാ പറയണത്. അതായത്
ഒമേഗ 1 എന്ന് പറയുന്നത് ഒമേഗ ആണെങ്കിൽ ദെൻ ഒമേഗ 2 എന്ന് പറയുന്നത് എന്തായി എന്ന് പറയുന്നത് 2 ഒമേഗ ആണ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിലുണ്ടാവുന്ന ഡിഫറൻസ് EMF ജനറേറ്റ് ചെയ്യുന്നതിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് E1/E2 പറഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതാം? E1/E2 equal to omega 1/omega 2. അപ്പോൾ omega 2 എന്താണ്? omega 1 ഒമേഗയും then omega by 2 omega. Then E2 equal to എന്ത് വരാം നമുക്ക്? സോറി, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം E2 എന്ന് പറയുന്നത് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഒമേഗ ആണ്. അപ്പോൾ ഒമേഗ ഡബിൾ ആയാൽ എന്തായി? ഇയു എന്താവും? 2 ഒമേഗ ആയാൽ ഇവിടെയും അത് ഡബിൾ ആവും. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഞാൻ ചെയ്ത ഇക്വേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അക്കോർഡിംഗ് ടു എന്താണ് നമ്മൾ റൊട്ടേഷണൽ വെലോസിറ്റി ഡബിൾ ആയിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഇതാണ് വെലോസിറ്റി E1/E2 എന്ന് പറഞ്ഞാൽ ഒമേഗ 1/omega 2. then E1 equal to E1/E2 equal to omega by 2 omega equal to 1/2. അതായത് ആ റേഷ്യോയിലാണ് അവിടെ ഉള്ളത്. സോ E2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2E1 ആവും. അതായത് അത് ഡബിൾ ആവുമെന്ന് അർത്ഥം. ഓക്കെ, ഇത് ഇക്വേഷൻ വൈസ് നമുക്ക് പറഞ്ഞു തരുന്നത് മാത്രം. If an angular velocity omega is doubled, then the EMF induced in the armature will be doubled. Okay. Then next ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് നോക്കിയാൽ എ പാർട്ടിക്കിൾ വിത്ത് 10⁻⁻11 ആണ് കേട്ടോ. 10⁻⁻11 കൂളോം ഓഫ് ചാർജ് ആൻഡ് 10⁻⁻7 kilogram mass is moving with a velocity 10⁸. ഇത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആട്ടോ അങ്ങനെയൊക്കെ വന്നത്. 10⁸ മീറ്റർ പെർ സെക്കൻഡ് അലോങ് ദ y ആക്സിസ്. അതായത് ഒരു y ആക്സിസിൽ ഒരു പാർട്ടിക്കിൾ, അതായത് 10⁻11 ചാർജ് കൂളം ചാർജ് ഉള്ള ഒരു പാർട്ടിക്കിൾ y ആക്സിസിലൂടെ 10⁸ മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ അതെന്താണ് മൂവ് ചെയ്യാണ്. അതിന്റെ മാസ് എന്ന് പറയുന്നത് 10⁻⁻7 കിലോഗ്രാം ആണ്. ദെൻ അത് മൂവ് ചെയ്യുന്നത് എവിടെയാണ്? എ യൂണിഫോം സ്റ്റാറ്റിക് magnetic field of P equal to 0.5 Tesla is acting in the x direction. അപ്പോൾ ഇത് y ആക്സിസിൽ ചാർജ് പാർട്ടിക്കിൾ y ആക്സിസിൽ മൂവ് ചെയ്യുന്നുണ്ട്. ദെൻ എക്സ് ആക്സിസിൽ എന്താകുന്നുണ്ട്? ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 0.5 ടെസ്ല ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ദ ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് y ആക്സിസിലും ദെൻ മാഗ്നറ്റിക് ഫീൽഡ് എക്സൈറ്റ് ചെയ്യുന്നത് എക്സ് ആക്സിസിലുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ പാർട്ടിക്കിളിന് മേലെ ഈ മാഗ്നറ്റിക് ഫീൽഡ് എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ നമ്മളിപ്പോ ക്വസ്റ്റ്യനിൽ ചോദിച്ച ഫോഴ്സിന് പറയുന്ന പേരെന്താണ്? അതാണ് നമ്മളിവിടെ തന്നിട്ടുള്ളത് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ദ ഫണ്ടമെന്റൽ ഫോഴ്സ്. എന്താണ് ലോറൻസ് ഫോഴ്സ് കാണാനാണ് നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ദെൻ
എന്താണ് ലോറൻസ് ഫോഴ്സ് എന്ന് പറയാം. ലോറൻസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ദ ഫണ്ടമെന്റൽ ഫോഴ്സ് ഓൺ ആൻ ഇലക്ട്രിക് ചാർജ് ക്യൂ മൂവിങ് വിത്ത് വെലോസിറ്റി v ആൻഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് b ഈസ് കാൾഡ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. അതായത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ചാർജ് പാർട്ടിക്കിളിന്റെ മേലിൽ ഉണ്ടാവുന്ന ഫോഴ്സിനെയാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? ക്യൂ വി ബി സൈൻ തീറ്റ. ക്യൂ വി ബി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. വി ക്രോസ് ബി അറിയുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വി ബി സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ നമുക്ക് ചാർജ് ക്യൂ എന്ന് പറയുന്നത് 10⁻⁻11 ആണ് തന്നിട്ടുണ്ട്. മാസ് എന്ന് പറയുന്നത് 10⁻⁻7 ആണ് തന്നിട്ടുണ്ട്. 7 തന്നെയല്ലേ? ചാർജ് 10⁻⁻7. ദെൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് 10⁻8 ആണ് തന്നിട്ടുണ്ട്. വെലോസിറ്റി y ആക്സിസിലാണ് ഉള്ളത്. ദെൻ ബി എന്ന് പറയുന്നത് 0.5 ടെസ്ല ആണല്ലോ. അതെന്ന് പറയുന്നത് എക്സ് ആക്സിസിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കൊടുക്കാം. എഫ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്നാണല്ലോ. അപ്പോ 10⁻⁻7 വി എന്താണ്? 10⁻8. അത് ഏത് ആക്സിസിലാണ്? അതിന്റെ ഡയറക്ഷൻ എന്താണ്? y ആക്സിസിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? y ആക്സിസിന്റെ യൂണിറ്റ് ഇത് എന്താണ്? യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് j ആണ്. സോ 10⁻8 ഇൻറ്റു ദെൻ ബി എന്ന് പറയുന്നത് എക്സ് ആക്സിസിലാണ്. എക്സ് ആക്സിസിന്റെ ബിന്റെ വാല്യൂ 0.5 ടെസ്ലയാണ്. എക്സ് ആക്സിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? I ആണ്. ഓക്കെ, അപ്പോൾ 10⁻⁻7 10⁻8 ഇൻറ്റു 0.5. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 10⁻⁻7 10⁻8 ഇവിടെ 0.5. ഈ 0.5നെ 5 ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻറ്റു 10 കിട്ടിയാൽ മതി. അപ്പൊ ഇതിൽ നിന്ന് ഈ ഒരു 10⁻8 നമുക്ക് എന്ത് എഴുതാം? അതിൽ 10⁻7 ഇൻറ്റു 10 10⁻7 ഇൻറ്റു 10 ആണല്ലോ 10⁻8. സോ ഈ 10 യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിനെ 5 ആക്കും. ഓക്കെ, അപ്പോ ദെൻ ഇവിടെ ബാക്കി എത്രയേ ഉള്ളൂ? 10⁻7. അപ്പൊ ഈ 10⁻7 ഈ 10⁻⁻7 എന്തായി? ക്യാൻസൽ ആയത്. ഇപ്പൊ ദെൻ ബാക്കി നമുക്ക് എന്തുണ്ട്? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? 10⁻⁻ ഇതിനെ 10⁻⁻7 ഇൻറ്റു 10⁻7 ഇൻറ്റു 10 ഇൻറ്റു 0.5. ദെൻ ഞാൻ യൂണിറ്റ് വെക്ടറിനെ മാറ്റി ക്രോസ് ചെയ്യാൻ പോകുന്നതാണ്. ഡിജിറ്റ്സിന് ഒപ്പെഴുതി ദെൻ യൂണിറ്റ് വെക്ടേഴ്സിനെ മാറ്റിയിട്ട് എഴുതുന്നു. സോ യൂണിറ്റ് വെക്ടർ ജെ ക്രോസ് ഐ ഇതാണുള്ളത്. ഓക്കെ, ഇവിടെ ഈ ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. ദെൻ ഈ 10⁻⁻7 ഈ 10⁻7 എന്തായി? ക്യാൻസൽ ആയി. ഇവിടെയുള്ള ഈ 10ഉം ഈ 0.5 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. ദെൻ 5 ഇൻറ്റു സോറി, നമ്മൾ ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? 10⁻⁻7 അല്ല 10⁻⁻11 ആണ്. സോ 10⁻⁻11 ഇവിടെ ബാക്കി എത്രയുണ്ട്? 10⁻⁻11 ആണ്.
സോ ഇവിടെ 10⁻⁻7 ഞാൻ അതിൽ നിന്ന് പുറത്തേക്ക് എടുത്താൽ ബാക്കി 10⁻⁻4 ഉണ്ട്. ദെൻ ബാക്കി ഈ 10⁻7 ഇവിടെ ഒരു 10⁻7 ക്യാൻസൽ ആയി. ഈ 10ഉം ഈ 0.5 മൾട്ടിപ്ലൈ ചെയ്ത് 5 വന്നു. ദെൻ ബാക്കി എന്താണുള്ളത്? 5 into 10⁻⁻4. Then what is J cross I? J cross I എങ്ങനെ കാണാം? നമുക്കറിയാലോ, I J K ഇങ്ങനെ എഴുതിയാൽ നമ്മൾ ക്ലോക്ക് വൈസിലാണ് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് വരും. അറിയാലോ, ഞാൻ പറയാം. ഇപ്പൊ ബാക്കി ഇപ്പൊ നമുക്ക് ഫൈനലായിട്ട് കിട്ടിയ കാര്യം മാത്രം നമുക്ക് ഇവിടെ വെച്ചിട്ട് ബാക്കി നമുക്ക് കളയാം. ഇപ്പൊ ഫൈനലായിട്ട് നമുക്ക് കിട്ടിയത് എന്താണ്? F equal to 5 into 10⁻⁻4 into J cross I. അപ്പൊ ഈ യൂണിറ്റ് വെക്ടറിന്റെ ക്രോസ് പ്രോഡക്റ്റ് അത് എങ്ങനെയാന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളിപ്പോ ഒരു സർക്കിളിലായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുക. I, ഇവിടെ ഒരു J, ഇവിടെ K. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇത് K അല്ലേ. നമുക്കറിയാം I ക്രോസ് I സെയിം ആണെങ്കിൽ എന്താണ്? 1 ആണ്. J ക്രോസ് J എന്ന് പറയുമ്പോൾ 1 ആണ്. ദെൻ K ക്രോസ് K എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ദെൻ ഈ ഡിഫറെന്റ് വരുമ്പോൾ അതായത് ഈ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്ത് വരുന്നത്? ക്രോസ് വരുന്നതെന്നുണ്ടെങ്കിൽ പോസിറ്റീവും അല്ലെങ്കിൽ നെഗറ്റീവും ആണ്. അതായത് ആന്റി ക്ലോക്ക് ഇതിൽ. ഇപ്പൊ I ക്രോസ് J എന്ന് പറയുമ്പോൾ എന്താണ്? K കിട്ടും. ഓക്കെ, ദെൻ J ക്രോസ് K എന്ന് പറയുമ്പോൾ I കിട്ടും. ദെൻ K ക്രോസ് I ആവുമ്പോൾ J കിട്ടും. അതായത് ക്ലോക്ക് വൈസിലാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒക്കെ എല്ലാതും പോസിറ്റീവ് ആണ് വരിക. ദെൻ അപ്പൊ അത് മനസ്സിലായി. ദെൻ ആന്റി ക്ലോക്ക് വൈസിലാണെന്നുണ്ടെങ്കിൽ ഒക്കെ എന്ത് വരും? നെഗറ്റീവ് വരും. ആന്റി ഇതിപ്പോ I ക്രോസ് J ആണല്ലോ. I ക്രോസ് Jക്ക് പകരം ഞാൻ ഇത് ഇവിടുന്ന് മാറ്റുകയാണ്. I ക്രോസ് Jക്ക് പകരം J ക്രോസ് I ആണെന്നുണ്ടെങ്കിൽ -K ആണ്. അതേപോലെ K ക്രോസ് J ആണെന്നുണ്ടെങ്കിൽ എന്താണ്? -I ആണ്. ദെൻ I ക്രോസ് K ആണെന്നുണ്ടെങ്കിൽ -J ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ ഉള്ളത്? J ക്രോസ് I ആണ്. സോ -K ആണ്. അപ്പൊ നമുക്ക് ഇതിന് ഇതൊക്കെ എങ്ങനെ എഴുതാം? സോ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? F equal to ആൻസർ എന്ന് പറയുന്നത് F equal to 5 into 10⁻⁻4 K. അതായത് Z ഡയറക്ഷനിലാണ് എന്ത് വരുന്നത്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. നമുക്കറിയാം അത് എന്താ, നമ്മള് ലെഫ്റ്റ് ഹാൻഡ് തമ്പ് റൂൾ ഒക്കെ ഉണ്ടല്ലോ. അതിലെന്താ പറയുന്നത്? മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത് എന്നാണല്ലോ പറയുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം അതൊക്കെ എന്താ ഫീൽഡ് ഒരു എന്താ എക്സ് ആക്സിസിലും മൂവ്മെന്റ് വൈ ആക്സിസിലാണെങ്കിൽ ഒബ്വിയസ്ലി ഫോഴ്സ് വരിക സെഡ് ആക്സിസിലായിരിക്കും. ഓക്കെ, അപ്പോ ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇവിടെ നോക്കിയ ക്വസ്റ്റ്യനിലേക്ക് നോക്കി, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കിയേ. 5 into 10⁻11 ന്യൂട്ടൺ. ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ നമ്മളെ ഫോഴ്സിന്റെ എലോങ് I എന്ന് പറഞ്ഞു. ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്കിപ്പോ ഇത്രയും വർക്ക്ഔട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എക്സാമിന് ശ്രദ്ധിക്കുക, നമ്മളെ ഓപ്ഷനിൽ നിന്ന് ആദ്യം നമ്മൾ ഓപ്ഷൻ നോക്കിയിട്ട് വേണം എന്താക്കാന്, ഫൈനലൈസ് ചെയ്യേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളത്.
ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് വെലോസിറ്റി y ആക്സിസിലാണെന്നും എന്താ മാഗ്നറ്റിക് ഫീൽഡ് എക്സ് ആക്സിസിലാണെന്നുള്ളത് നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് എന്തായാലും കൺഫേം ചെയ്യാം എന്ത് ഫോഴ്സ് എന്ന് പറയുന്നത് z ആക്സിസിലാണ്. ഇവിടെ ഫസ്റ്റ് ഓപ്ഷനിൽ നോക്കിയാൽ എലോങ് i ആണ്, ഒരിക്കലും അതല്ല ആൻസർ. ദെൻ പിന്നെ z ആക്സിസിലുള്ള ഇക്വേഷൻ ഏതൊക്കെയാണ്? സെക്കൻഡ് വണ്ണും തേർഡും ആണ്. ഇത് JL ആണ്, അപ്പൊ ഇതുമല്ല. ഇത് നോക്കിയാൽ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? നമ്മളെ ഇക്വേഷൻ പ്രകാരം F എന്ന് പറയുന്നത് എന്താണ്? Q ഇൻറ്റു V ക്രോസ് B ആണ്. അപ്പൊ V എന്ന് പറയുന്നത് y ആക്സിസിലാണ്. സോ J ക്രോസ് B എന്ന് പറയുന്നത് x ആക്സിസിലാണ്, J ക്രോസ് I ആണ്. അപ്പൊ J ക്രോസ് I എന്ന് പറയുമ്പോൾ എന്താണ്? -k ആണെന്ന് നമുക്ക് പറയാം. ഇത്രയും എന്താണ് വാല്യൂസ് ഒന്നും നമ്മൾ കാണേണ്ട ഒരു ആവശ്യമില്ല, വാല്യൂസ് എല്ലാത്തിലും സെയിം ആണ്. ദെൻ ഈ -1 അത് ബാക്കി ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ ഈ ഒരു ഡയറക്ഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ആൻസറിലേക്ക് എത്തിപ്പെടാൻ പറ്റുമായിരുന്നു. നമുക്ക് അറിയുന്ന ഒരു കാര്യം J ക്രോസ് I എന്ന് പറയുന്നത് -k ആണ്. -k വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ, അതെന്ന് പറയുന്നത് ഫോർത്ത് ഓപ്ഷൻ ആണ്. സോ ഒറ്റയടിക്ക് നമുക്ക് ഈ J ക്രോസ് I എന്നുള്ള ഒരു ടേമിൽ നിന്ന് തന്നെ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അങ്ങനെ ആൻസേഴ്സിലേക്ക് എത്താനാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ഹാർഡ് വർക്കിനേക്കാളും മോർ ഇമ്പോർട്ടൻറ്റ് സ്മാർട്ട് വർക്കാണ് എന്നുള്ളതാണ് ഒരു നമ്മളിങ്ങനത്തെ ഒരു എക്സാമുകളൊക്കെ പറയുന്നത്. ഓക്കെ, നമുക്ക് എത്രയും പെട്ടെന്ന് ടൈം തന്നിട്ടുള്ള ടൈമിൻ്റെ ഉള്ളിൽ ആൻസറിലേക്ക് എത്തിപ്പെടാൻ പറ്റുക എന്നുള്ളതിലാണ് കാര്യം. നെക്സ്റ്റ് എന്നാലും ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് ആൻസറുകളിലേക്ക് എത്തിയ വഴി ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കാണിക്കാം. സ്പീഡപ്പ് ആയിട്ട് ആൻസറിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനുള്ള ഒരു മാർഗം പറഞ്ഞേ ഉള്ളൂ. ദെൻ നമ്മുടെ ലോറൻസ് ഫോഴ്സ് എന്താന്ന് പറഞ്ഞു? ലോറൻസ് ഫോഴ്സ് ഇതാണ് ഇക്വേഷൻ F ഇൻറ്റു ക്യൂ വി ബി സൈൻ തീറ്റ ആണ്. ക്യൂ വി ബി സൈൻ തീറ്റ വരാനുള്ള കാരണം ക്യൂ ഇൻറ്റു എഫ് എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ്. ദെൻ അതിലെ നമ്മൾ ഓരോ വാല്യൂസും പുട്ട് ചെയ്ത് കൊടുത്തതാണ്. ക്യൂ എന്ന് പറയുന്നത് 10⁻⁻11 ആണ്. Q എന്ന് പറയുന്നത് 10⁻⁻11, then 10⁸ എന്ന് പറയുന്നത് വെലോസിറ്റി, then B എന്താ മാഗ്നറ്റിക് ഫീൽഡ് B എന്ന് പറയുന്നത് 0.5 ആണ്. ദെൻ നമ്മൾ പുട്ട് ചെയ്ത് കൊടുത്തു, 10ന്റെ പവേഴ്സ് ക്യാൻസൽ ഔട്ട് ചെയ്തു. ഇവിടെ നിന്നുള്ള 10 എടുത്തിട്ട് 0.5നെ 5 ആക്കി, ദെൻ 10⁻7ഉം ഇവിടുത്തുള്ള ഒരു 10⁻⁻7ഉം എടുത്തിട്ട് രണ്ടും ക്യാൻസൽ ആയി. 10⁻⁻4 ബാക്കി, ദെൻ J ക്രോസ് I -k കിട്ടി. സോ 5 10⁻⁻4 -k എന്നുള്ള ആൻസർ ഫൈനൽ ആൻസർ കിട്ടി. ഓക്കെ, ശരിക്കും ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇത്രയും നമ്മൾ ആൻസർ കണ്ടെത്തേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് J ക്രോസ് I എന്നുള്ളത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഇത്രയും 15 സെക്കൻഡ്സിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A solenoid is formed by winding 20 turns per centimeter. അതായത് പെർ സെന്റിമീറ്ററിൽ 20 ടേൺസ് വൈൻഡ് ചെയ്തിട്ടാണ് ഒരു സോളിനോയിഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. The current necessary to produce a magnetic field of 20 milli-Tesla inside solenoid will be approximately എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു 20 മില്ലി ടെസ്ല മാഗ്നറ്റിക് ഫീൽഡ് ഈ സോളിനോയിഡിന്റെ ഉള്ളിൽ എത്ര കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിലിപ്പോ നമുക്ക് ക്വസ്റ്റ്യനിൽ μ0ന്റെ ഒരു വാല്യൂ തന്നിട്ടുള്ളതാണ്. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് അങ്ങനെ തരും. ഇവിടെ ഇപ്പൊ μ0ന്റെ വാല്യൂ 4.5 × 10⁻⁻⁻ ടെസ്ല തന്നിട്ടുണ്ട്. ടെസ്ല ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാമെന്ന് നോക്കാം.
അപ്പോൾ ഇവിടെ ആൻസേഴ്സ് തന്നിട്ടുള്ളത് നോക്കി 8 ആംപിയർ 4 ആംപിയർ 2 ആംപിയർ 1 ആംപിയർ. ഓക്കെ, നമുക്ക് ജസ്റ്റ് സോളിനോയിഡിനെ കുറിച്ച് പറയാം. സോളിനോയിഡ് എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. A solenoid is an instrument that consists of copper to create a strong magnetic field inside the coil because of the flow of current through the coil. അതായത് ഒരു കോപ്പർ കോയിലിംഗ് ആണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. കോപ്പർ കോയിലിംഗ് വഴി എന്താ ഒരു സിലിണ്ടർ ഷേപ്പിൽ കോപ്പർ കോയിലിംഗ് വഴി അവിടെ ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്താ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കോപ്പർ കോയിലിംഗ് ആണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബൈ റാപ്പിംഗ് ദ സെയിം വയർ മെനി ടൈംസ് അറൌണ്ട് എ സിലിണ്ടർ, ഒരു സിലിണ്ടറിന് ചുറ്റിലും ഒരു കോപ്പർ വയർ മെനി ടൈംസ് റാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഒരു സോളിനോയിഡ് ഉണ്ടാകുന്നത്. The magnetic field due to the flow of current can become quite strong, hence we can say that strength of magnetic field will change as a current through the coil or number of turns. അതായത് ഇപ്പൊ ഉണ്ടാവുന്ന ഒരു മാഗ്നറ്റിക് സ്ട്രെങ്ത്, ഒരു സോളിനോയിഡിൽ ഉണ്ടാവുന്ന ഒരു മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിൽ പാസ് ചെയ്യുന്ന കറന്റിനെയും നമ്പർ ഓഫ് ടേൺസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ ഓയിൽ. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സോളിനോയിഡിന്റെ ഡയമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാ പറഞ്ഞത്. ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ സോളിനോയിഡ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ടേൺസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടേൺസ് and the amount of current flowing through the wire. N-ഉം I-യും directly proportional and inversely proportional to the length. So B എന്ന് പറയുന്നത് എന്താണ്, directly proportional to N and I and inversely proportional to length ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതാണ് കാര്യങ്ങൾ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ടേൺസിന്റെ എണ്ണം തന്നിട്ടുണ്ട്. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് എത്ര തന്നിട്ടുണ്ട്. ദെൻ കറണ്ട് എത്രയാണെന്ന് കാണാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമ്മൾക്ക് ടേൺസ് എങ്ങനെയാ തന്നിട്ടുള്ളത്, നമുക്ക് ടേൺസ് തന്നിട്ടുള്ളത് 20 ടേൺസ് പെർ സെന്റിമീറ്റർ എന്നാണ് തന്നിട്ടുള്ളത് ആണല്ലോ. 20 ടേൺസ് പെർ സെന്റിമീറ്റർ. അപ്പൊ നമുക്കറിയാം ക്യാപിറ്റൽ N എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് ടേൺസും L എന്ന് പറയുന്നത് എന്താണ്, ലെങ്ത് ആണ്. അപ്പൊ പെർ നമ്മളെ സ്മോൾ n എന്താണ്, ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. അതാണ് ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്നിന് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്തിന്റെ ടേമിൽ എങ്ങനെ എഴുതും, n സ്മോൾ n ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ N ഡിവൈഡഡ് ബൈ L ആണ്. അപ്പൊ ഈ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് എന്താണ്, n ഈക്വൽ ടു L ഇൻറ്റു സ്മോൾ n ആണ്. സോ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, നമ്മൾ സ്മോൾ n എന്ന് പറയുമ്പോൾ എന്താണ് 20 ടേൺസ് പെർ 1 സെന്റിമീറ്റർ. അപ്പൊ 1 സെന്റിമീറ്ററിനെ 10⁻² ആക്കി എഴുതുമ്പോൾ 2000. 10⁻² മുകളിൽ വരുമ്പോൾ 10⁻². സോ 20 × 10⁻² എന്ന് പറയുമ്പോൾ 2000 ടേൺസ് പെർ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ദെൻ ബി എന്ന് പറയുന്നത്
എന്ത് തന്നിട്ടുണ്ട് 20 മില്ലി ടെസ്ലയാണ്. 20 മില്ലി ടെസ്ലേനെ നമ്മൾ എന്ത് ചെയ്തും 20 × 10⁻³ ടെസ്ല എന്ന് എഴുതും. ഓക്കെ, ദെൻ ബിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ബിന്റെ ഇക്വേഷൻ എന്താണ്? ബിന്റെ ഇക്വേഷനാ ബി ഈക്വൽ ടു μ0 × n × I ഡിവൈഡ് ബൈ L ആണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n ആൻഡ് I ആൻഡ് ഇൻവേഴ്സ്ലി n ആൻഡ് I ഡയറക്ട്ലി പ്രൊപ്പോർഷണലും L എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. സോ ഇവിടെ ഇപ്പൊ നമുക്ക് ക്യാപിറ്റൽ N ആണ്. ക്യാപിറ്റൽ Nനെ നമ്മൾ സ്മോൾ എന്നിലേക്ക് മാറ്റുമ്പോൾ എന്തായി? n/L എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ n ആവും. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ I ആണ് കാണാനുള്ളത്. അപ്പോൾ ബി എന്ന് പറയുന്നത് സ്മോൾ എന്നിന്റെ ടേമിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? μ0 സ്മോൾ n × I. ദെൻ I ഈക്വൽ ടു എന്താണ്? b/μ0 × n. ദെൻ നമുക്ക് വാല്യൂസ് എല്ലാം നമ്മളെ കയ്യിലുണ്ട്, ജസ്റ്റ് പുട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ I ഈക്വൽ ടു ബി എന്ന് പറയുന്നത് 20 മില്ലി ടെസ്ലയാണ്. മില്ലിനെ നമ്മൾ 10⁻³ ആക്കി എഴുതി. ദെൻ ഡിവൈഡഡ് ബൈ μ0 എന്ന് പറയുന്നത് 4π × 10⁻⁷ എന്ന് എഴുതി ഇൻറ്റു 2000. n എന്ന് പറയുന്നത് 2000 ആണ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് എഴുതാം? 2 × 10⁻³ ഇവിടെ 20 ആണ് ഉള്ളത്. സോ അതിന്റെ ഈ 10ന്റെ പവറും കൂടി കൂട്ടിയിട്ട് 10⁻² മുകളിലുണ്ട്. ദെൻ 4π × 10⁻, ഇവിടെ ഒരു -7 ഇവിടെ ഒരു 10⁻³ ഉണ്ടല്ലോ. അപ്പൊ -7 10⁻³ ആകുമ്പോൾ -4. ദെൻ ഇവിടെ ഒരു × 2 ഉണ്ട്. ഈ 2 2ഉം ക്യാൻസൽ ചെയ്തു. നമുക്ക് ബാക്കി എന്ത് കിട്ടി? 10⁻⁻², ഇവിടെ 10⁻⁻² ഉണ്ട്. താഴെയുള്ള 10⁻⁻4 മുകളിൽ പോയി ഡിവൈഡഡ് ബൈ 4π എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് ആൻസർ എന്ത് വരും? 10⁻⁻² × 10⁻⁻4 ആവുമ്പോൾ 10⁻². then 10⁻² divided by 4π. then ആൻസർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 8 ആംപിയർ നമുക്ക് കിട്ടും. ഓക്കെ, ഇതിപ്പോ ഓക്കെ, 12.8 എന്ന് പറയുന്നത് എന്താണ്? 4π എന്ന് പറയുമ്പോൾ 3.14 × 4 അല്ലേ? 12.56. അപ്പൊ ഇത് × 8 ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 96 കിട്ടും. സോ 100ൽ എത്ര? 100 ഡിവൈഡ് ബൈ 4π എന്ന് വരുമ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എത്ര കിട്ടും? 8 ആംപിയർ കിട്ടും. ഓക്കെ,
Then a solenoid has 2000 turns wound over a length of 0.30 meter. The area of its cross section is 1.2 10 raised to minus 3 meters square. Around its central section, a coil of 300 turns is wound. If an initial current of 2 ampere in the solenoid is reversed in 0.25 seconds, then the EMF induced in the coil is. അപ്പൊ എന്താ പറയണത്, ആദ്യം ഒരു സോളിനോയിഡ് ഉണ്ട്. ആ സോളിനോയിഡ് എന്ന് പറയുന്നത് 2000 ടേൺസ് ആണ് ഉള്ളത് ഓവർ എ ലെങ്ത് ഓഫ് 0.3 മീറ്റർ. the area of cross section എന്ന് പറയുന്നത് 1.2 10 raised to minus 3 ആണ്. then around its central section, അതായത് സോളിനോയിഡിന്റെ സെൻട്രൽ സെക്ഷനിൽ ഒരു കോയിൽ 300 ടേൺസ് കൂടി ബോണ്ട് ചെയ്തു. ഇഫ് ഇനീഷ്യൽ കറണ്ട് എന്ന് പറയുന്നത് 2 ആംപിയർ ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ബോണ്ട് ചെയ്തപ്പോൾ ഇനീഷ്യൽ കറണ്ട് ആയ 2 ആംപിയർ എന്ന് പറയുന്നത് is reversed in 0.25 സെക്കൻഡ്. then the EMF induced, അങ്ങനെയാണെങ്കിൽ EMF induced in the coil എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോ നമുക്ക് തന്നിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ ഞാൻ പറയാം. ഇപ്പൊ ഒരു മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. നമ്പർ ഓഫ് ടേൺസ് N1 എന്ന് പറയുന്നത് 2000 ആണ്. നമ്പർ ഓഫ് ടേൺ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 1.2 10 മൈനസ് ഓഫ് കോയിൽ എന്ന് പറയുന്നത് 0.30 മീറ്റർ ആണ്. ഇനീഷ്യൽ കറണ്ട് 2 ആംപിയർ ആണ്. ടൈം എന്ന് പറയുന്നത് 0.5 സെക്കൻഡ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം ഈക്വൽ ടു സെൽഫ് ഇൻഡക്ടൻസിന്റെ കേസിൽ അറിയണമെങ്കിൽ L/di/dt ആണ്. സെയിം മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ കേസിൽ പറയുമ്പോൾ ഈക്വൽ ടു M/di/dt ആണ്. അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, μ0 N1 N2. നമ്മളിപ്പോ എല്ലിന്റെ ഇക്വേഷൻ എന്താ വരിക, μ0 N × A / L എന്നല്ലേ ഇക്വേഷൻ വരുന്നത്. അതേപോലെ ഇവിടെ ഇപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ ആവുമ്പോ 2 ടേൺസ് ഉണ്ടാവും, അതായത് 2 കോയിലിന്റെ N1 N2 ഉണ്ടാവും എന്നുള്ളൊരു ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ വാല്യൂസ് ഒക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ജസ്റ്റ് പുട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ μ0 എന്ന് പറയുന്നത് എന്താണ്, 4 × 10⁻⁻⁷ ആണ്. then N1 എന്ന് പറയുന്നത് 2000 ആണ്. 2000നെ 10⁻2 × 10⁻³ എന്ന് എഴുതാണ്. then N2 എന്ന് പറയുന്നത് 300 ആണ്. 3 × 10⁻² എന്ന് എഴുതാണ്. then A എന്ന് പറയുന്നത് 1.2 × 10⁻³ ആണ്. then L എന്ന് പറയുന്നത് എത്രയാണ്, 0.3 ആണ്. then N × di/dt, di/dt ചേഞ്ച് എത്രയാണ് പറഞ്ഞത്, 2 ആംപിയർ. ചേഞ്ച് വിത്തിൻ സെക്കൻഡ് എന്ന് പറയുന്നത് 0.25 സെക്കൻഡിലാണ് 2 ആംപിയർ ചേഞ്ച്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. നമുക്ക് എന്താ തന്നത്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്തേനു, ഇനീഷ്യൽ കറന്റ് 2 ആംപിയർ ഈസ് റിവേഴ്സ്ഡ് എന്ന് പറഞ്ഞത്. റിവേഴ്സ്ഡ് ഇൻ 0.25 സെക്കൻഡ്. റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 ആംപിയർ റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ -2 ആംപിയർ. ഓക്കെ, അപ്പൊ ആ ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ ചേഞ്ചിനെയാണ് എന്താണ് -2 -2 ഓക്കെ പെർ 0.25 സെക്കൻഡിൽ.
അപ്പോൾ നമുക്ക് ഇനി ഓരോന്നിനെയും 2ന്റെ പവേഴ്സിനെ മാറ്റി എഴുതാം. 10^3യും ഏരിയയിലുള്ള 10^3യും ക്യാൻസലായി. then 10 സ്ക്വയർ 10⁻⁻7 കൂടി 10⁻⁻5 ആവും. 4 into 10⁻⁻5 into 2 into 3 into 1.2 divided by 0.3 into 2 minus 2, 2 plus 2 പറയുമ്പോൾ 4/0.25. ഓക്കെ. .25 into 0.3 പറയുമ്പോൾ 0.75. 4 into 2 into 3, 6. 6 into 1.2 divided by 0.3, 0.25, 0.75. ഓക്കെ. then 4, 8. 4 4 16. എന്ത് കിട്ടി?